ആന്റോ അഗസ്റ്റിൻ, താങ്കളുടെ മണ്ഡലമായ വയനാട്ടിൽ താങ്കൾ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് വന്നല്ലേ? അതെ. എന്താ അവിടുത്തെ സ്ഥിതി? ഈ പറയുന്ന CPI നന്നായി പെർഫോം ചെയ്തില്ലല്ലോ. അല്ല, ഇതിപ്പോ പോകുന്ന കണ്ടിട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. 67,000 കിട്ടിയിട്ടുള്ളൂ ആർക്ക്? BJP-ക്ക്. അല്ലല്ല, 82 വന്നു. 82 നവ്യ. അല്ലെ, 2,10,000 വന്നാൽ മതിയല്ലോ. 2,10,000 വോട്ട് സത്യമൊക്കെ വന്നാൽ പോരെ? 2,70,000 ആയിരുന്നില്ലേ പിന്നെ PP സുനീർ? അല്ല, 2,65,000 ആയിരുന്നു ആനിരാജ്. 2,60,000 സുനീർ, 2,70,000 10,000 വോട്ട് വർദ്ധിപ്പിച്ചു ആനിരാജ. ഇതിപ്പോ ചിലപ്പോ 2 ലക്ഷം തൊടാൻ സാധ്യത കുറവാണ്. 1.5 ലക്ഷം 1.25 ലക്ഷത്തിൽ. ചേലക്കര വോട്ടെണ്ണൽ ഫിനിഷ് ആയോ? ഇല്ലില്ല, ചേലക്കരയിൽ ഇനി ഫിനിഷ് ആവാൻ പോകുന്നു. 11,362. ചേലക്കരയിലെ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. ചേലക്കരയിലെ പുതിയ കണക്ക് പ്രദീപിന് കിട്ടിയത് അതെ, 11 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 55,574 വോട്ടുകൾ കിട്ടിയിരിക്കുന്നു. രമ്യക്ക് 44,212 കെ ബാലകൃഷ്ണന് 28,660. പിടിക്കൂല. 3,297. 5,000 താഴെ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു അല്ലേ? നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള പ്രഡിക്ഷൻസിൽ ഒന്ന് 5,000 താഴെ മാത്രമാണ് PV അൻവർ പിടിക്കുമെന്ന് പറഞ്ഞത്. അത് ശരിയായിരിക്കുന്നു. രമ്യ ഹരിദാസ് പരാജയപ്പെടും എന്ന് പറഞ്ഞത് ശരിയായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്. കെ മുരളീധരൻ അല്ലേ? അതെ 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 അതെ, അത് തന്നെയാണ്. കെ മുരളീധരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: പാലക്കാടിനേക്കാൾ സിസ്റ്റമാറ്റിക് വർക്ക് ചേലക്കരയിലായിരുന്നു. കഴിഞ്ഞ തവണത്തെ അത്ര പോലും ഇത്തവണ ഉണ്ടായില്ല. ഒരാൾ എല്ലാ ഇലക്ഷനും മത്സരിക്കാൻ നിന്നാൽ ജനത്തിനും മടുക്കും. അതെ, അത് രമ്യ ഹരിദാസിനെ കുറിച്ച് അത് അങ്ങനെ തന്നെ ആയിരിക്കും സ്വാഭാവികമായും. പ്രിയങ്കയുടെ ലീഡ് 3.5 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. 12 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3,59,438. ഏകദേശം 4 ലക്ഷത്തിനോടടുത്ത് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കും. ഇത് മറികടന്നോ? ഇല്ല, 3,65,000 രാഹുലിന്റെ ഭൂരിപക്ഷം. അതെ, 3,65,000 എത്തണം. ഇപ്പോൾ 3,59,000 വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം. അവിടെ സത്യൻ മൊകേരിയുടെ വയനാട്ടിലെ ലക്ഷപ്രഭുവായി പ്രിയങ്ക നിൽക്കുമ്പോൾ സത്യൻ മൊകേരി മങ്ങി നിൽക്കുകയാണ്. സത്യൻ മൊകേരി പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുത്തു എന്നാണ്. പക്ഷേ ആനിരാജ കൊടുത്തുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ പകുതി പോലും ഫൈറ്റേ ഇല്ല. അപ്പൊ ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു, നമ്മളെ കുറ്റം പറഞ്ഞിരുന്നു. നമ്മളല്ല, എല്ലാ മാധ്യമങ്ങളും. വയനാട്ടിൽ ഇനി എത്ര റൗണ്ട് ഉണ്ട്? വയനാട്ടിൽ ഇപ്പൊ 12 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു അല്ലെ? ഇനി എനിക്കൊന്നു 2 റൗണ്ടുകൾ കൂടിയേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറ്റം പറഞ്ഞു. അദ്ദേഹം കുറ്റമല്ല പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള എനിക്കുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടല്ലോ, അത് തുറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മെസ്സേജുകൾ.